അമേരിക്കൻ സംസ്ഥാനമായ ഇൻഡ്യാനയിൽ തിരുവോസ്തിയിൽ രക്തത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ അത്ഭുത സംഭവത്തിന്റെ വിശദമായ പഠനത്തിനൊരുങ്ങി സഭാ നേതൃത്വം. ഇൻഡ്യാനയിലെ മോറിസിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ആന്റണീസ് ഓഫ് പാദുവ ദേവാലയത്തിലാണ് ഈ സംഭവം നടന്നത്. സംഭവത്തിൽ വിശദമായ പഠനം നടക്കുന്നതിനാൽ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം സഭ നൽകിയിട്ടില്ല. കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തി സ്വീകരിക്കാനാവാത്ത വിധം കേടാവുകയോ നിലത്തു വീണ് അഴുക്ക് പുരളുകയോ ചെയ്താൽ തിരുവോസ്തി വെള്ളത്തിൽ അലിയിപ്പിച്ച് ആ ജലം ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കത്തക്കവണ്ണം ഒഴുക്കിക്കളയുന്നതാണ് പതിവ്. ഇത്തരത്തിൽ മോറിസിലെ ദേവാലയത്തിൽ നിലത്തു വീണ ഓസ്തിയിൽ സംഭവിച്ച രൂപമാറ്റമാണ് ഏവരെയും അതിശയിപ്പിക്കുന്നത്. ഫെബ്രുവരി 21 ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെ 2 തിരുവോസ്തി നിലത്ത് വീണിരുന്നു. ഇതുപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ തിരുസഭയുടെ നടപടിക്രമം അനുസരിച്ച് വെള്ളത്തിൽ അലിയിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. തിരുവോസ്തി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നോ എന്നറിയാൻ പ്രധാന അൾത്താര ശുശ്രൂഷി സക്രാരി തുറന്നപ്പോൾ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യമായിരുന്നു. വെള്ളത്തിൽ അലിയിപ്പിക്കാൻ വെച്ച തിരുവോസ്തിയിൽ രക്തം. ഉടൻ തന്നെ അൾത്താര ശുശ്രൂഷി ഇടവക വികാരിയെ വിവരമറിയിക്കുകയായിരുന്നു. വൈകാതെ തിരുവോസ്തി വെള്ളത്തിൽ നിന്ന് നേരിട്ട് സക്രാരിയിലേക്ക് മാറ്റി. ചുവപ്പ് നിറത്തിലുള്ള ആവരണമാണ് തിരുവോസ്തിയിൽ തങ്ങൾ കണ്ടതെന്ന് പ്രധാന അൾത്താര ശുശ്രൂഷി വെളിപ്പെടുത്തി. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. തിരുവോസ്തിയിലുള്ളത് യേശുക്രിസ്തുവിന്റെ തിരുരക്തമാണെന്ന് ഇടവകയിലെ വിശ്വാസികൾ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുകയാണെന്ന് പ്രാദേശിക വാർത്താ ഏജൻസിയായ ദി 812 റിപ്പോർട്ട് ചെയ്തു. അത്ഭുതത്തെ വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ വത്തിക്കാൻ വിശ്വാസ കാര്യാലയം ഇതിന് സ്ഥിരീകരണം നൽകുകയുള്ളൂ. പഠനത്തിനും അന്വേഷണത്തിനും വേണ്ടി വത്തിക്കാനെ സമീപിക്കുവാനുള്ള നീക്കത്തിലാണ് ഇൻഡ്യാന പോലീസ് അതിരൂപത.